ഹലോ ഫ്രണ്ട്സ്, ലാഫിംഗ് ഫിഷ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ക്ഷമ പറയുകയാണ്. കാരണം നല്ല പനിയാണ്, അപ്പം ചില വാക്കുകൾ വ്യക്തമാകാതെ വരും. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് പുതിയ അപേക്ഷ എന്ന് വെക്കാൻ സാധിക്കും എന്നുള്ളത്. നമ്മളത് ഉദ്യോഗസ്ഥരോട് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇപ്പം നിലവിൽ അപേക്ഷകരിൽ പകുതിയിൽ താഴെ ആളുകൾക്ക് ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് ഇനി കൊടുക്കാൻ ബാക്കി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഒരു 80% അപേക്ഷകരെങ്കിലും പൂർത്തിയാകാതെ പുതിയ അപേക്ഷ വെക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എപ്പോഴത് പുതിയ അപേക്ഷയെ വിളിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അറിയിച്ചിരിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിലൂടെ അത് നമ്മൾ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈഫ് മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷ പരിപാടി കൊട്ടാരക്കരയിലായിരുന്നു ചേർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. അതിൽ മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ധനകാര്യമന്ത്രി തുടങ്ങിയ നിരവധി മന്ത്രിമാരെല്ലാം പങ്കെടുത്തു. അതിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ലൈഫ് മിഷനോട് ബന്ധപ്പെട്ടാണ്. ലൈഫ് മിഷൻ്റെ തുടർ നടപടികൾ എങ്ങനെയാവണം, അതിൻ്റെ ഫണ്ട് വിതരണം എങ്ങനെയാവണം എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സർക്കാർ വളരെ ഗൗരവത്തിൽ എടുക്കുകയും ഈ വരുന്ന 23-ാം തീയതി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും VOമാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ലൈഫ് മിഷന് ഇതുവരെയുള്ള സ്ഥിതികൾ വിലയിരുത്തുകയും എത്ര കൊടുത്തിട്ടുണ്ട്, ഇനി എത്രയും കൂടി ഉടൻ തന്നെ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതെല്ലാം വിലയിരുത്തുകയും അതനുസരിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ SC/ST ജനറൽ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ വിളിച്ച് എഗ്രിമെൻറ്റ് വെപ്പിക്കാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ജനറൽ വിഭാഗങ്ങളിൽ ഭൂരഹിത പദ്ധതി പ്രകാരമുള്ളവരെ 1 മുതൽ 20 വരെ ഉള്ളവരെ വിളിക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. ഇപ്പോൾ നാളത്തെ യോഗത്തിന് ശേഷം അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ PMAY പദ്ധതി പ്രകാരം നമുക്കറിയാം, ഇപ്പോൾ സർക്കാരും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നമ്മൾ തർക്കം നടക്കുകയാണ്. അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ ഏത് പദ്ധതി പ്രകാരമാണ് വീട് ലഭിച്ചതെന്നുള്ള ബോർഡ് വെക്കണം. അതുമായി ഇപ്പോൾ കേരളം അത് അംഗീകരിക്കില്ല, അങ്ങനെ ബോർഡ് വെക്കണ്ട എന്നാണ് കേരളം പറയുന്നത്. കേന്ദ്രം അത് വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പറയുന്നു. പിന്നെ കേന്ദ്രം പറയുന്നത് നമുക്ക് അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായിട്ട് വെക്കാം. അപ്പോൾ അതും കേരളം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തർക്കം നടക്കുന്നതുകൊണ്ട് PMAY പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ ഫണ്ട് ഇതുവരെ വിതരണം തുടങ്ങിയിട്ടില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് പരിഹരിക്കപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് പരിഹരിക്കപ്പെട്ടാലുടൻ തന്നെ ആ ഫണ്ട് വിതരണവും ആരംഭിക്കും. അതുപോലെ തന്നെ 23-ാം തീയതി കൂടുന്ന VOമാരുടെ യോഗത്തിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനങ്ങൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീട് ലഭിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും ഉടൻ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളത്തെ യോഗത്തിന് ശേഷം കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തും. തുടർന്നും ഇത്തരം അറിവുകൾ കിട്ടാൻ, ഇത്തരം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.